നിങ്ങൾ പ്രഗ്നൻ്റ് ആണോ എന്ന് ഡൗട്ട് ഉണ്ടോ? എന്നാൽ ഈ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണുക. അതിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക. ഗർഭിണിയാകുമ്പോൾ ഉണ്ടാകുന്ന പല വിധത്തിലുള്ള മാറ്റങ്ങൾ നമ്മൾ സ്ത്രീകളിൽ ആദ്യമേ തന്നെ ശ്രദ്ധിക്കപ്പെടുന്നതാണ്. ചിലരിൽ അമിതമായ ക്ഷീണം, തളർച്ച, തലകറക്കം, അതേപോലെ തന്നെ വയറുവേദന, ബ്ലീഡിങ്, ഛർദിൽ, അതേപോലെ തന്നെ മറ്റു ചിലർക്ക് ഇവയിലുള്ള ഒരു ലക്ഷണങ്ങളും കാണാത്തവരുണ്ട്. ആദ്യത്തെ പ്രഗ്നൻസി പോലെ ആയിരിക്കില്ല രണ്ടാമത്തെ പ്രഗ്നൻസി. അത് തികച്ചും വ്യത്യാസമായിട്ടായിരിക്കും. ചില ആൾക്കാർക്ക് ക്ഷീണമോ തളർച്ചയോ ഒന്നും ഉണ്ടാവില്ല. അവർ ഭയങ്കര ആക്റ്റീവ് ആയിരിക്കും ഈ സമയങ്ങളിൽ. സാധാരണയായി കാണപ്പെടുന്ന ബ്ലീഡിങ് എന്നത് നോർമലാണ്. അത് നേരത്തെ വീഡിയോയിൽ ഞാൻ ഇതിനെപ്പറ്റി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, നിങ്ങളത് കാണുക. അതേപോലെ തന്നെ മറ്റു ചിലരിൽ പ്രധാനമായി കാണുന്നതാണ് ഓക്കാനം വരിക, ഛർദിൽ വരിക. എന്നാൽ മറ്റു ചില സ്ത്രീകളിൽ സ്മെല്ല് തീരെ ഇഷ്ടമല്ലാതായി വരിക. എന്തെങ്കിലും ശ്വസിക്കുമ്പോൾ, അതായത് ഹസ്ബൻഡിൻ്റെയോ അതേപോലെ ഇപ്പോൾ കഞ്ഞി തിളക്കുന്ന മണം വന്നാൽ പോലും അവർക്ക് ഛർദ്ദിക്കാനുള്ള ടെൻഡൻസി കൂടുന്നുണ്ട്. ചില സ്ത്രീകളിൽ കാണപ്പെടുന്ന ഒന്നാണ് അമിതമായ ക്ഷീണവും തളർച്ചയും. ചിലർക്ക് ബെഡിൽ നിന്ന് എഴുന്നേൽക്കാൻ പറ്റാത്ത രീതിയിൽ പോലും ആവാം. മറ്റ് ചില ലക്ഷണങ്ങളിൽ ഒന്നാണ് ടേസ്റ്റ് ഇല്ലായ്ക, അഥവാ ടേസ്റ്റിനുള്ള വ്യത്യാസങ്ങൾ. ഇത്രയും ദിവസമായിട്ടും പുളിയോട് ഇഷ്ടമില്ലാത്ത ആൾക്ക് പെട്ടെന്ന് പുളിയോട് ഇഷ്ടം തോന്നുക, ഒരു ഓവറായിട്ട് മധുരം കഴിക്കുക, പിന്നെ അതുപോലെ സ്പൈസി ഫുഡ് കഴിക്കാൻ തോന്നുക. ഇതെല്ലാം പ്രധാനമായിട്ടുള്ള ലക്ഷണങ്ങളിൽ ഒന്ന് തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്കിതിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ, ഈ ടേസ്റ്റിന് വ്യത്യാസം വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രഗ്നൻ്റ് ആണോ ഇല്ലയെന്ന് സംശയിക്കാവുന്നൊരു കാര്യം തന്നെയാണ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് നിങ്ങൾ പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്യുക എന്നത്. അത് നിങ്ങൾക്ക് സ്വയമായിട്ട് വീട്ടിൽ തന്നെ ഓൺ ടെസ്റ്റ് കിറ്റ് മേടിച്ചിട്ട് ചെയ്യാവുന്നതാണ്. ടെസ്റ്റ് ചെയ്യുമ്പോൾ പീരിയഡ്സ് ഡേറ്റ് കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞ് ചെയ്യുന്നതാണ് കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻ വരുന്നത്. വേറൊന്നുമല്ല, ചിലരിൽ ഫെയിൻറ്റ് ലൈനായിട്ടായിരിക്കും കാണിക്കുന്നത്, ചിലരിൽ വിസിബിൾ ആകില്ല. അപ്പോൾ നമ്മൾ വിചാരിക്കും പ്രഗ്നൻ്റ് അല്ല എന്ന് വിചാരിക്കും. കാരണം നിങ്ങൾക്ക് എല്ലാ സിംറ്റംസും ഉണ്ട്, എന്നിട്ടും എന്തുകൊണ്ട് പ്രഗ്നൻസി ടെസ്റ്റ് പോസിറ്റീവ് ആയിട്ടില്ല എന്ന് കരുതും. ഇതങ്ങനെയല്ല. നിങ്ങൾ ചെയ്യേണ്ടത് പ്രധാനമായിട്ടും ഒരാഴ്ച കഴിഞ്ഞതിന് ശേഷം അല്ലെങ്കിൽ 2 ആഴ്ച കഴിഞ്ഞതിന് ശേഷം ചെയ്യാൻ മാക്സിമം ശ്രമിക്കുക. പ്രഗ്നൻസിയിലുണ്ടാവുന്ന നെക്സ്റ്റ് പ്രധാനമായിട്ടുള്ളൊരു വ്യത്യാസമാണ് നിങ്ങളുടെ ബ്രസ്റ്റിൽ അനുഭവപ്പെടുന്ന മാറ്റങ്ങൾ. അതിൽ ചിലരിൽ സഹിക്കാൻ പറ്റാത്ത രീതിയിൽ ടിക്ലിംഗ് സെൻസേഷൻ അനുഭവപ്പെടാം. അതേപോലെ ബ്രസ്റ്റ് ഫുൾനെസ് ആയിട്ട് തോന്നാം, വേദന തോന്നാം. ഇതെല്ലാം നമുക്ക് പീരിയഡ്സിലും ചില ആളുകളിൽ ഇതുപോലെ തന്നെ കാണും. സെയിം ആ ഒരു ബുദ്ധിമുട്ടാണ് ഇപ്പോഴും നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത്. ഇത്രയൊക്കെ ലക്ഷണങ്ങൾ ഉണ്ടായിട്ടും ചിലരിൽ പ്രഗ്നൻ്റ് ആകാത്ത ഒരവസ്ഥയുണ്ടാകുന്നുണ്ട്. ഇതെല്ലാം പീരിയഡ്സിലുണ്ടാകുന്ന ചില ഹോർമോൺസിൻ്റെ വ്യത്യാസം മൂലം സംഭവിക്കാവുന്ന കാര്യം കൂടെയാണ്. അതോർത്ത് ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങൾ അടുത്ത മാസത്തിനായിട്ട് കാത്തിരിക്കുക. ഇത്രയെല്ലാം മാറ്റങ്ങൾ നമ്മുടെ ശരീരത്തിൽ സംഭവിക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഹോർമോണൽ ഇംബാലൻസ് മൂലമാണ്. പ്രധാനമായും നമ്മുടെ ശരീരത്തിലെ ഈസ്ട്രജനും പ്രൊജസ്ട്രോണിൻ്റെയും അമിതമായിട്ടുള്ള ഹോർമോണൽ ഇംബാലൻസ് മൂലമാണ് ഇതെല്ലാം സംഭവിക്കുന്നത്. പ്രഗ്നൻസിക്കായി കാത്തിരിക്കുന്ന സ്ത്രീകളിൽ ഉണ്ടാകുന്ന എല്ലാ സംശയവും ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളോട് ഷെയർ ചെയ്യുന്നുണ്ട്. ഇനിയുള്ള വീഡിയോസൊക്കെ നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ നെക്സ്റ്റ് ഒരു വീഡിയോ വരുന്നത് വരെ ടേക്ക് കെയർ, ബൈ.